ചായങ്ങൾക്ക് പകരം മണ്ണും ചോക്കുപൊടിയും ഇലച്ചാറുകളും മറ്റു പ്രകൃതിദത്ത നിറങ്ങളും ഉപയോഗിച്ച് 17 ക്യാൻവാസുകളിലായി രാമായണമെന്ന ഇതിഹാസ കാവ്യം പകർത്തിവെച്ച ബംഗാളി ചിത്രകാരനാണ് ജാമിനി റായ്. യൂറോപ്യൻ നാച്ചുറലിസത്തിൽ പരിശീലനം ലഭിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം നെഞ്ചോട് ചേർത്തത് ബംഗാളിൻ്റെ തനതായ നാടോടി ചിത്രകലാ ശൈലിയായിരുന്നു. ബംഗാളി ഗ്രാമങ്ങളിലെ സാന്താൾ ഗോത്രവിഭാഗക്കാരുടെ ജീവിതം പ്രമേയമാക്കിയ ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. നഗ്നമായ തോളുകളുടെ ഭംഗി കാണും വിധം ചേല ചുറ്റി വെള്ളത്തിലെ തൻ്റെ പ്രതിബിംബം നോക്കി മുടിയിൽ പൂ ചൂടുന്ന സാന്താൾ പെൺകുടിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കോറിയിട്ടതാണ്. ഒരു കാൽ വെള്ളത്തിന് മീതെ കാണുന്ന പാറയിൽ ഉയർത്തിവെച്ച് കുനിഞ്ഞു നിൽക്കുകയാണവൾ. അരികിലായി ഓളങ്ങൾക്കുമേൽ അവൾ വെള്ളം ശേഖരിക്കാനായി കൊണ്ടുവന്ന കുടവും കാണാം. ചിത്രകലയിലെ അദ്ദേഹത്തിൻ്റെ പരിവർത്തന കാലത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട രചനയാണിത്. മനോഹരമായ ഈ ഓയിൽ പെയിൻറ്റിംഗ് ഡൽഹിയിലെ നാഷണൽ ആർട്ട് ഗാലറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ബോർഡ് ലൈനുകളും മൺനിറങ്ങളും ചേർന്ന ചിത്രത്തിലെ പരമ്പരാഗത സാന്താൾ സാരിയും ലളിതമായ ആഭരണങ്ങളും ധരിച്ച പെൺകുട്ടി ഗ്രാമീണ സ്ത്രീകളുടെ ഭംഗിയും പ്രൗഢിയും എടുത്തു കാട്ടുന്നു. 3 പൂജാരിണികൾ, കൊഞ്ചു കടിച്ചു നിൽക്കുന്ന 2 പൂച്ചകൾ, മധുവും സഹിമാരും, സാന്താൾ നർത്തകർ, അമ്മയും കുഞ്ഞും, ക്രിസ്തു തുടങ്ങി അനവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത്.